ശബ്ദം കുറയുന്നു, ദൈവം മുഖം മറയ്ക്കുന്നു. ഇതാണ് ഈ 3 സങ്കീർത്തനത്തിന്റെ പ്രമേയം. ഈ 3 സങ്കീർത്തനം ഇന്നിപ്പോൾ ധ്യാനിക്കാൻ നമ്മുടെ സമയം അനുവദിക്കുന്നു. നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് എത്രാം സങ്കീർത്തനമാണ്? 11-ാം സങ്കീർത്തനം. ജീവിതത്തിൽ എന്തുകൊണ്ടോ മടുപ്പ്, നിരാശ ഒക്കെ വന്നു ഈ സങ്കീർത്തനക്കാരൻ. മടുപ്പും നിരാശയും മനുഷ്യരാണ്. മടുപ്പും നിരാശയൊക്കെ വന്നിട്ട് ഇട്ടിട്ട് വിട്ടളയാം, കളഞ്ഞേക്കാം ജീവിതം എന്ന് ചിന്തിച്ച് ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പാടിയ ഒരു പാട്ടാണ് എത്രാം സങ്കീർത്തനം. ജീവിതത്തിൽ മടുപ്പ് വന്നപ്പോ, നിരാശ വന്നപ്പോ ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് പാടിയതായ പാട്ടാണ് എത്രാം സങ്കീർത്തനം? 11-ാം സങ്കീർത്തനം. ഇട്ടിട്ട് വിട്ടളയാം, കളഞ്ഞേക്കാം, ഇനി ജീവിക്കണം എന്ന് തോന്നിയൊരു മനുഷ്യൻ. വേദപണ്ഡിതന്മാർ പറയുന്നത് ശൗൽ തന്നെ വേട്ടയാടിയപ്പോഴായിരിക്കാം, ശൗലിന് സ്വസ്ഥത കൊടുക്കാത്തപ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇത് പാടിയത്. നമുക്കൊരു വിഷയമല്ല, എന്റെ വിഷയത്തിൽ വരികയാണ്. എന്താണ് ഇട്ടിട്ട് പൊയ്ക്കളയാം എന്ന് ചിന്തിക്കാൻ കാരണം? 3 കാര്യം. ഇട്ടിട്ട് പൊയ്ക്കളയാം, കളഞ്ഞേക്കാം, വേണ്ടെന്ന് വെക്കാം, ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കാം ഇത് ചിന്തിക്കാൻ എത്രയാണെന്ന് പറഞ്ഞേ? 3 കാര്യം. 1 വായിച്ചാട്ടെ 2-ാമത്തെ വാക്യം. ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഈട്ട തെയ്യേണ്ടതിന് വില്ല് കുഴച്ച് അസ്ത്രം ഞാനിനെ തൊടുന്നു. ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നിരാശ വരാനുള്ള, ഇട്ടിട്ട് വിട്ടയം ചിന്തിക്കാനുള്ള 1-ാമത്തെ കാരണം ആ വാക്യത്തിലുണ്ട്. ആ വാക്യത്തിന്റെ ആദ്യത്തെ 2 വാക്ക്, ആദ്യത്തെ 2 വാക്ക് ഇങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു. ആദ്യത്തെ 2 വാക്ക് ഇതാ ദുഷ്ടന്മാർ. ഒരിക്കലും പോകാനുള്ള കാരണം എന്താ? ഇതാ ദുഷ്ടന്മാർ. എന്തുവാ അർത്ഥം? വിശദീകരിക്കുന്നില്ല. ഈ ദുഷ്ടൻ ദൂരെയല്ല, മാറിയല്ല, മറഞ്ഞല്ല, അവൻ ഏറ്റവും ഇനി ഇവന്റെ ഒരു ആയുധമുണ്ട്. എന്തോ ആയുധം? നോക്കി വാങ്ങണം. ഞാൻ വേറെ വാക്യത്തിൽ പോയില്ല. ആ വാക്യത്തിലുണ്ട് വില്ലല്ല, ചുമ്മാ. അതുകൊണ്ട് വില്ല് കുഴച്ച് അസ്ത്രം. അപ്പോൾ വില്ലും അസ്ത്രവും ആണ് ആയുധം അല്ലേ? വില്ല് കുഴച്ച് അസ്ത്രം. അപ്പൊ വില്ലിനെന്തുണ്ട്? അസ്ത്രം. അസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അയ്യോ, 2 പ്രത്യേകത. 1, അസ്ത്രം വേഗമുള്ളത്, വേഗതയുള്ളത്, സ്പീഡുള്ളത്. അസ്ത്രം കണക്കെ, ശരം കണക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? അസ്ത്രത്തിന് മൂർച്ചയുണ്ട്. അപ്പോൾ ശത്രു അടുത്താണ്, അവന്റെ ആയുധമുണ്ട്. ആയുധം എങ്ങനെയുള്ളതാണ്? മൂർച്ചയുള്ളതുമാണ്, വേഗതയുള്ളത്. ഈ അസ്ത്രത്തെ കുറിച്ച് സങ്കീർത്തനത്തിൽ എന്തോ ഈ അസ്ത്രമെന്നൊക്കെ മറ്റ് സങ്കീർത്തനത്തിലുണ്ട്. പറയാം, ക്രൂരത, അങ്ങനെ അസ്ത്രമാണ്. മതത്തിൽ ഓപ്പോസിറ്റ് എന്തുവാ? അപ്പൊ പറഞ്ഞു കൈപ്പുള്ള വാക്കായ അസ്ത്രം. ഞാൻ കൺവെൻഷൻ പുസ്തകമാണ് വീട്ടിൽ. എന്റെ വിഷയം ഒന്നും അല്ല. അപ്പോൾ ശത്രു അടുത്തുണ്ട്, അവന് എന്തുണ്ട്? അസ്ത്രമുണ്ട്. അസ്ത്രം പറഞ്ഞ അതിലൊന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഈ വരുന്നത് എപ്പോഴാണ്?
കഴിവുകാരുടെ നോക്കിയിട്ടേ തോന്നുന്നു ഇല്ലേ? പക്ഷെ ഈ സൗകര്യത്തിൽ എപ്പോഴാണ് ഇരുട്ടെന്നാകുന്നത്? ഇരുട്ടെന്നാകുന്നത് ഓടിപ്പോകാനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു. ഓടിപ്പോകാൻ ചിന്ത വരാനുള്ള, ഓടിപ്പോകാൻ തോന്നൽ വന്ന ഒന്നാണ്. രണ്ടാമത്തെ അടുത്ത വാക്യം അടിസ്ഥാനങ്ങൾ കുഴിയുന്നു എന്ന് തോന്നുക. നമ്മൾ നിൽക്കുന്ന സ്ഥാനം ഉറപ്പുള്ളതല്ലെങ്കിൽ നിൽക്കുന്നുണ്ട്. സന്യാസം വിശദീകരിക്കണോ? വേണോ? അപ്പോ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, മറ്റു മാർഗമില്ല, ഇതേ ഉള്ളൂ. എന്താ അടിസ്ഥാനം? ഒക്കെ പറഞ്ഞ നീണ്ടു പ്രസംഗം. മൂന്നാമത്തെ 11ാം സങ്കീർത്തനത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം, ഒന്നാമത്തെ വാക്യത്തിന്റെ ബി എന്ന് പറയും. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുകയെന്ന് നിങ്ങൾ എന്നോട്. മൂന്നാമത്തെ കാര്യമുണ്ട്. എന്താ? എന്താ കൂട്ടുകാര് പറഞ്ഞു, ദാവീദേ നീ എന്ത് ചെയ്യണം? ഇവിടെ വിട്ട് പറഞ്ഞേ, ഇവിടെ വിട്ട് പറന്നു പോകുവാൻ ആരാളുകൾ കൊടുത്തു? കൂട്ടുകാർ ആളുകൾ കൊടുത്തു. കൂട്ടുകാർ പറയാ, രക്ഷ വേണമെങ്കിൽ ഇവിടെ വിട്ട് അവിടെ മറ്റൊരു കാര്യം പറയാം. ഇതാരും കൊടുത്താലോചന? കൂട്ടുകാർ, സ്നേഹിതർ, പ്രിയപ്പെട്ടവർ പറഞ്ഞു, ചകോച്ച രക്ഷ വേണമെങ്കിൽ ഇവിടെ വിട്ട്. ചിലരെങ്ങനെ കൊച്ചു പ്രശ്നം വരുമ്പോ വീട് മാറും, വിലയിടിക്കും, പൊളിക്കും, നീട്ടുന്നില്ല. അപ്പൊ കൂട്ടുകാർ പറഞ്ഞു, സ്നേഹിതർ പറഞ്ഞു, പ്രശ്നമുണ്ടോ? ഓടിപ്പോകണം. എവിടോട്ടാ? പർവ്വതത്തിലോട്ട്. ഇനി കൂട്ടുകാർ മാത്രമല്ല, ചിലരുണ്ടായിരുന്നെങ്കിൽ പ്രാണുള്ളതുപോലെ ചിലരുണ്ടായിരുന്നെങ്കിൽ ഞാൻ കടന്നുപോയി. അപ്പോൾ ഒരു പക്ഷെങ്കിൽ ഉള്ളിലാളുകൾ വന്ന് കാണും, കൂട്ടുകാർ വന്ന് കാണും, പറന്നുപോടാൻ. ഓടിപ്പോലെ എത്ര കാരണം? ഒന്ന്, ശത്രു അടുത്ത്; രണ്ട്, നിൽക്കുന്നതും ഒഴുകുന്നു; മൂന്ന്, സ്നേഹിതർ പറഞ്ഞു ഇട്ടിട്ട്. പക്ഷെ ഇട്ടിട്ട് പോയില്ല, കളഞ്ഞില്ല, അവസാനിപ്പിച്ചില്ല, നിരാശപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? അത് പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. ഇത്രയൊക്കെ വന്നിട്ടും, കൂട്ടുകാർ പറഞ്ഞിട്ടും, അടിസ്ഥാനം ഇളകുന്നു എന്ന് തോന്നിയിട്ടും, ശത്രു ഏറ്റവും അടുത്ത വന്നു എന്ന് തോന്നിയിട്ടും ഇട്ടിട്ട് പോയില്ല. എന്തുകൊണ്ട്? ഇത്രയും വായിട്ടോണ്ട് എത്രയും തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നമ്മൾ വായിക്കില്ല. ഇത് വായിക്കുന്നത് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നമ്മൾ അല്ല വായിച്ചു. യഹോവ ഉണ്ട്. ശത്രു അടുത്ത. പക്ഷെ ദാവീദ് പറയാ, ഞാൻ ഓടിപ്പോകത്തില്ല. കാരണം പറഞ്ഞേ, ദൈവമുണ്ട്. പ്രശ്നമുണ്ട്, ഓടിപ്പോകത്തില്ല. ശത്രു അടുത്ത, പക്ഷേ അതിലേക്ക് ഏറ്റവും അടുത്താളുണ്ട്. ഒരു ദൈവമുണ്ട്. പ്രശ്നമുണ്ട് ജീവിതത്തിൽ. എന്നാൽ എന്റെ കഷ്ടതയിൽ, എന്റെ പ്രശ്നത്തിൽ അവൻ ഏറ്റവും അടുത്ത. എന്റെ ദൈവം മാറി നിൽക്കുന്നവനല്ല, മറന്നിരിക്കുന്നവനല്ല, അവൻ ഏറ്റവും അടുത്തുണ്ട്. പിന്നെ പോയി പോകണോ? പറ, വേണോ? പറഞ്ഞേ, ആര് കൂടെ ഉണ്ടായിരുന്നു? പറഞ്ഞേ, ദൈവം കൂടെയുണ്ട്. കർത്താവ് പോലെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാനം അന്നേ ഞാൻ എല്ലാ നാളും ദൈവനോട്
യഹോവ വിശുദ്ധമന്ദിരത്തിൽ ഉണ്ടാകാമെന്നല്ല പറഞ്ഞത്. ആണോ? ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്. അവൻ ഉണ്ട്. എന്റെ ദൈവം എന്റെ കൂടെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞോട് പോകണം. ആരും ഇല്ലെങ്കിലും ആരെന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെ. ദൈവമാക്കിയവരെ, ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും പോയ സമയത്തും ഇന്നും എന്നെ നിർത്തുന്നത് ഈ ദൈവത്തിൽ വചനമാണ്. മോനെ, ആരില്ലെങ്കിലും ഞാൻ കൂടെ. യഹോവ ഉണ്ട്, ദൈവം ഉണ്ട്. സ്വർഗത്തിലാണ്. ശ്രദ്ധിക്കണേ, ഇറ്റിന് പോയില്ല ദാവീദ്. എന്തുകൊണ്ടാണ്? രണ്ടാമത്തെ കാര്യം, യഹോവയുടെ സിംഹാസനം നമ്മൾ പറയും, നമുക്കറിയാം സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അപ്പം അവരുടെ പാതയോട് എവിടെയാണ്? അപ്പൊ ഞാനിവിടെ, ഞാൻ ഭൂമിയില്ല അല്ലേ? സ്വർഗം അവരുടെ സിംഹാസനം, ഭൂമി അവരുടെ പാതകൾ. അപ്പൊ ഞാനും എന്റെ പ്രശ്നവും എവിടെയുണ്ട്? ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൈവമായിട്ടേ നീളുന്ന വിഷയങ്ങളായിട്ടായിരിക്കാം ഒരുപക്ഷെ നീ പഠിത്തത് വന്നത്. വെക്കണം നിന്റെ പ്രശ്നം അവിടെ പാർവയിട്ട് നീക്കുമൊക്കില്ല എന്ന് ചിന്തിച്ചായിരിക്കാം വന്നിരിക്കുന്നത്. അസാധ്യമെന്ന് ലോകവിധിയിൽ തന്നിരിക്കാം. വിഷയമായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ നിന്റെ കുഞ്ഞിന്റെ വിഷയമാകാം, കുഞ്ഞിൻ്റെതാകാം, പ്രിയപ്പെട്ടവരെയാകാം, പ്രിയപ്പെട്ടവരെയാകാം, അപ്പൻ്റെയാകാം, അമ്മയുടെയാകാം. വെക്കുക നിഭാരമവൻ പാപത്തിൽ. പ്രശ്നം അവന്റെ പാതകളില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം നിന്നെ മുക്കിക്കളയുവാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. ഒരു സംഗീതം പറയുന്നുണ്ട്, പെരുവെള്ളം കവിഞ്ഞു അതിന്റെ അടുക്കലോളം നിന്റെ അടുക്കലോളം എത്തിയില്ല. അങ്ങനെ അവസാനിപ്പിച്ചില്ല. അതിന്റെ നേരെ അടുത്ത വാക്യം, അവൻ നിനക്ക് മറവിടമാണ്. അതുകൊണ്ട് അവർ അപ്പന്മാരെ പാടിയത്, മറവിടമായി എനിക്കൊരു യേശുണ്ട്, മറച്ചിലും അവൻ എന്നെ ഉള്ളത്. ഈ ബ്രസ്റ്റിന് മുകളിലേ ഉള്ളൂ, ഇത് താഴോട്ടില്ല. കഴുത്ത് തൊട്ട് നട്ടന്റെ ഓപ്പറേഷൻ ചെയ്തൊരു മനുഷ്യനാണ്. രണ്ട് സൈഡിലും സ്റ്റീലുണ്ട്. എന്നാൽ യഥാർത്ഥം സന്തോഷത്തോടെ ജീവിക്കാൻ കൃപ തരുന്ന കർത്താവുണ്ട്. എന്റെ പ്രശ്നങ്ങൾ എന്നെ മുക്കിക്കയറാൻ അവർ സമ്മതിക്കുന്നില്ല. എന്റെ പ്രശ്നങ്ങൾ അവർ ഭാവിയില്ല. ഞാനിങ്ങനെ ഭാവം വെക്കുവാനെ ഭവനമവൻ പറഞ്ഞു. എന്റെ പുസ്തകം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ സകല സിദ്ധാന്തം നിന്റെ ഭാരം യഹോവയുടെ വെച്ച് കൊടുക്കാം. അവൻ്റെ അവൻ ഓടിപ്പോയി. രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, ആരുണ്ട് കൂടെ? രണ്ട്, സ്വർഗത്തിൽ അവൻ സിംഹാസനം, ഭൂമി അവൻ പാർവ. ഞാൻ ഈ ഭൂമിയിൽ എന്റെ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നങ്ങളെല്ലാം അനുഭവിക്കും. സോറി, അല്ല, അടുത്ത വാക്യം, അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. എങ്ങനെ അറിയപ്പെടാവുന്നേ? പക്ഷെ ദാവീദ് പറയുന്നു, ഞാൻ ഓടിപ്പോയതിന് കാരണം എന്റെ കർത്താവിന്റെ കണ്ണുകൾ. എന്റെ കർത്താവ് കണ്ടുപൊട്ട് എന്നെ മുഴുവൻ കാണുന്ന ഒരു പറ. അത്
അതെനിക്ക് സന്തോഷം തരുന്നതാ. ആരും കണ്ടില്ലെങ്കിലും എന്നെ മുഴുവൻ കാണേണ്ടി വരും. എല്ലാം കാണുന്ന ദൈവമുണ്ട്, അതിനെ ഭയപ്പെടുത്തുന്നുമുണ്ട്. ഇല്ലയോ? ഇല്ലയോ? അയ്യോ, നിങ്ങൾ ഓർക്കുന്നു, നമ്മളെല്ലാം കാണുന്നവരാണ് ആര്? നമ്മുടെ എല്ലാ ഇടപാടും ആര് കാണുന്നുണ്ട്? പോതപ്പുരയിലെ കൂടെ രാത്രി SMS അയക്കുന്നത് ആര് കാണുന്നുണ്ട്? മിനിഞ്ഞാന്നൊരു SMS എനിക്ക് വന്നു. മക്കളെ ശ്രദ്ധിച്ചോളൂ. എല്ലാവരും ചോദിക്കുന്നത് 70-കളിൽ ശ്രീധരമായി ചോദിച്ചത്. 70-കളിൽ 80 സ്വർണ്ണമായി, 90 AC കാറായി, 2000 ഇപ്പോൾ ചോദിക്കുന്നത് മൊബൈൽ ഫോണില്ലാത്ത വെബ്സൈറ്റിലൂടെ ആഘോഷിക്കുകയാണ്. ഇത്രയും മതി. പക്ഷെ ഓർക്കുക, ആര് കണ്ടില്ലെങ്കിലും നമ്മളെ കാണുന്നേ. ദൈവത്തിന്റെ കണ്ണുകൾ ദർശിക്കുന്നു. ശത്രു ഇരുട്ടത്ത് വന്നാലും പകൽ വെളിച്ചത്ത് വന്നാലും എന്നെയും ശത്രുവിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. അപ്പോ അവർ പറയുന്നു, ഞാൻ പോയി പോകണ്ട, കാരണം എന്റെ ദൈവം എല്ലാം കാണുന്നു, അറിയുന്നു. കണ്ടു കഴിയുമ്പോൾ അവൻ അറിയുന്നവനാണ്. ഓടിപ്പോണം. എന്നെ അറിയുന്നവനാണ് ആര്? എന്റെ ദൈവം. ഓർമ്മ. എനിക്ക് അമ്മയുണ്ട് കേട്ടോ. ഇപ്പോഴും 88 വയസ്സുകാരൻ. എത്ര വയസ്സ്? എന്റെ കൊച്ചുനാളിൽ, നമുക്ക് ഇന്നും ശ്രദ്ധിക്കണം കേട്ടോ, എന്റെ കൊച്ചുനാളിൽ ഇത് ഭയങ്കര പേടിയായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നത് ഇടത്തോട് വഴി ഇഞ്ചപ്പടപ്പ് കണ്ടുണ്ട്. ഇഞ്ച എന്റെ മോനോട് ഈയിടെ ഇഞ്ച പോയവരോട് ചോദിക്കാം, വാടി മീൻ ഇഞ്ച. ഞാൻ വരുന്നുണ്ട് പോയി, അതോടെ നിർത്തി. പണി സാധനം കിട്ടില്ല. അതുപോലെ കാണും ഇവിടെ മണി നല്ല മുള്ളുണ്ടോ താഴെട്ടോ. ഇഞ്ചയുടെ തോലും ഇഞ്ചയുടെ ചതച്ച് ദേഹത്തൊക്കെ വിട്ട് ഉരച്ച് കഴിയുന്ന പൊളിക്കുന്ന കേട്ടോ. നല്ല ഇഞ്ചപ്പടപ്പാണ്. എനിക്ക് സദ്യ ഇതേപോലെ മാർജിൻ മാർക്കറ്റ് വന്നില്ല. എന്നാ പോയി പടുകുളം വാദ്യല്ല. പടുകുളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ 100 മല്ലി, 200 കടുക് ഇതൊക്കെ വാങ്ങിക്കാമല്ലോ. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, എന്റെ അമ്മ പാട്ട് പഠിപ്പിച്ചു, 2 പാട്ട് പഠിപ്പിച്ചു. തോട്ടിക്കൂടെ പോകാൻ, ഇവിടെ കൂടെ പോകാൻ. അപ്പൊ ഞാൻ വീട്ടിൽ നിറങ്ങുമ്പോഴേ പറയും, മാപ്പോട്ടിലെ രാജു സാധനം വാങ്ങിക്കാൻ പാട്ടില്ല. ദൈവത്തിൽ പൈതലേ പേടിക്കേണ്ട നീ കാലം ചെയ്തിട്ടുള്ള വീണ്ടും ഓർപ്പിച്ച പാട്ടാണ്. ബൈബിൾ തുറന്ന് കാണുന്ന ഇത് പേടി അനുസരിച്ച് ശബ്ദം കുട്ടിക്കുടിക്കും. കടയിൽ ചെല്ലുമ്പോൾ മല്ലിക്ക് ഓരോ രൂപയെ കൊണ്ട് പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു വന്നത്, നമ്മുടെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അവൻ നമ്മളെ കാണുന്നത്. ആ കാണുന്ന ദൈവം, അറിയുന്ന ദൈവം ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നത്തെ ഒളിച്ചോടേണ്ട ആവശ്യമുണ്ടോ? പ്രശ്നം വരുമ്പോൾ ജീവിതം കളയണോ? അപ്പോൾ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ വരുമ്പോൾ കളയാനുള്ളതല്ല ദൈവം നിന്ന്. എത്ര കാര്യം പറഞ്ഞു? ഓടിപ്പോകാൻ 3 കാര്യം എന്തൊക്കെയാണ്? ദൈവമുണ്ട്, അവന്റെ സിംഹാസനം എവിടെയാണ്? സ്വർഗത്തിലാണ്. എന്റെ പ്രശ്നം വാദപീഠത്തിൽ മാത്രമല്ല, അവരുടെ കണ്ണിൽ. അതുകൊണ്ടാണല്ലോ നമുക്കറിയാമല്ലോ, നിന്റെ കണ്ണിൽ കാണാതെ അവന്റെ കണ്ണ് അന്ധമല്ല, നിന്നെ വഴി കേൾക്കാതിരിക്കത്തക്കവണ്ണം അവന്റെ ചെവി അന്ധമായിട്ടില്ല. ആ കർത്താവ് നമ്മുടെ കൂടെയുള്ളത്. ലാസ്റ്റ് എന്തും ഓടിപ്പോയില്ല. ഞാൻ യഹോവയെ ശരണമാക്കി. ശരണം പറഞ്ഞ ആശ്രയമാണ് അല്ലേ? എന്റെ ആശ്രയം ആരാണ്? ആശ്രയം അനുസരിച്ചിരിക്കും ഇളക്കം. ചെടി ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്തോ ഇഷ്ടപ്പെട്ട ചെടി. എന്റെ വീട്ടിലുള്ള സമയം മുഴുവൻ ഞാൻ ചെടിയെ നോക്കിയൊക്കെ. ചില ചെടി കമ്പെ പഴുതുണ്ട്. കണ്ടുണ്ടോ? ഞാൻ കൊണ്ടുവരും. കമ്പയിൽ
ചില സമയത്ത് ഈ ചെടി അത് മാറി പോകും. എന്താ കാര്യം? കമ്പിൽ എന്തോ ഇല്ല. ഉറപ്പുള്ള കമ്പുണ്ടെങ്കിൽ ഏത് മഴയത്തും ഈ ചെടിക്ക് എത്തത്തില്ല. ആശ്രയം ആരിലാണ്? ആശ്രയം ദൈവത്തിനാണെങ്കിൽ ഓരോ പ്രതിസന്ധിക്കും ഒരു ബുദ്ധിമുട്ടും ഇത് ഇടക്കുവാൻ കഷ്ടതയ്ക്കോ നഷ്ടതയ്ക്കോ ആപത്തിനോ വരുമാനമുണ്ടോ ഇപ്പോഴുള്ളതിനോ ദൈവത്തെ ലഭിക്കാൻ അവസാനിപ്പിക്കുക. അവർ പറയുന്നു, എന്റെ ശരണമായ എന്റെ ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയെ ആശ്രയിക്കുന്നത് എന്നേക്ക് നിൽക്കുന്നത്. പർവ്വതങ്ങൾ ഇരച്ച് കരക്കില് ഇങ്ങനൊക്കെ ബാക്കിയല്ലേ അവസാനിപ്പിക്കുക. കുടുങ്ങുന്നു തോന്നുന്നു. കൂട്ടുകാർ പറഞ്ഞു, ഓടിപ്പോക്കോടാ. ഞാൻ ഓടിപ്പോകുന്നില്ല. കാരണം എനിക്കൊരു ദൈവമുണ്ട്. അവന്റെ പാതകത്തിൽ എന്റെ പ്രശ്നം. അവനെല്ലാം കാണും. എന്റെ ആശ്രയം ആരാണ് പറഞ്ഞിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ശരണപ്പെടുക. പ്രതിസന്ധികൾ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളെ നമ്മുടെ കർത്താവ് മരിച്ചതാണ്. മരിച്ചിട്ടവൻ ഉയർത്തിപ്പിടിച്ചു. ഇന്നും ജീവിക്കും. ആരോടുകൂടെ? നമ്മളോട്. നമ്മുടെ കഷ്ടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സന്തോഷത്തെ അവൻ നമ്മുടെ കൂടെ. ആ കർത്താവിൽ ആശ്രയിപ്പാൻ, വിശ്വസിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ശക്തിയാക്കട്ടെ. അറിയാൻ ഒരു നിമിഷം